ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഡൽഹിയിലുള്ള ഐപ്പച്ചൻ ഒരാശയം അയച്ചു തന്നു. ഒരു ജാറിൽ 2 തരം ഉറുമ്പുകൾ. പടവും അതിനെക്കുറിച്ചൊരു വിശദീകരണവും അയച്ചിട്ടുണ്ട്. അതിൻ്റെ തലവാചകൻ ഇങ്ങനെയാണ്: കുപ്പി കുലുക്കിയതാര്? അതേപടി പറയുന്നു: കുപ്പി കുലുക്കുന്നതാര്? കലഹങ്ങളുടെ പിന്നിലെ അദൃശ്യ ശക്തിയെ തിരിച്ചറിയാം. ഒരു കുപ്പിക്കുള്ളിൽ 100 കറുത്ത ഉറുമ്പുകളെയും 100 ചുവന്ന ഉറുമ്പുകളെയും ഒരുമിച്ചിട്ടാൽ അവ പരസ്പരം ആക്രമിക്കുകയില്ല. എന്നാൽ ആ കുപ്പി ശക്തമായി കുലുക്കിയാൽ അവ തമ്മിൽ പോരാടാൻ തുടങ്ങും. ഓരോ ഉറുമ്പും മറ്റേയാളെയാണ് ശത്രുവെന്ന് കരുതുന്നത്. ഒടുവിൽ കൂട്ടരും നശിക്കുന്നു. എന്നാൽ യഥാർത്ഥ ചോദ്യം അതല്ല. കുപ്പി കുലുക്കിയതാര്? ഇത് ഉറുമ്പുകളുടെ കഥയല്ല, മനുഷ്യ സമൂഹത്തിന് കണ്ണാടിയാണ്. ഇന്ന് കുടുംബങ്ങൾ പിരിയുന്നു, ഭാര്യാഭർത്താക്കന്മാർ വേർപിരിയുന്നു, സൗഹൃദങ്ങൾ തകരുന്നു, സമൂഹങ്ങൾ വിഭജിക്കപ്പെടുന്നു. പലപ്പോഴും അതിന് കാരണം യഥാർത്ഥ പ്രശ്നങ്ങളല്ലല്ലോ, മറിച്ച് തെറ്റായ വിവരങ്ങൾ, അഭ്യൂഹങ്ങൾ, അസൂയ, വിദ്വേഷം, സ്വാർത്ഥത, മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന തെറ്റിദ്ധാരണകൾ, തെറ്റിദ്ധരിപ്പിക്കലുകൾ. മനസ്സുകളെ കുലുക്കുവാൻ ചില വാക്കുകൾ മാത്രം മതി. പിന്നെ മനുഷ്യർക്കെതിരെ തന്നെ തിരിയും. പിന്നെ ബാഹ്യശക്തികൾക്ക് അതുകൊണ്ട് നേട്ടമുണ്ട്. അവർ 2 കൂട്ടരുടെയും ശത്രുക്കളായിരിക്കും. സ്നേഹത്തിൽ കഴിഞ്ഞവർ തമ്മിൽ തല്ലുമ്പോൾ അവർക്കൊരു സുഖമുണ്ട്, എന്തോ സാധിച്ചതുപോലെ. അതിന് നിന്നു കൊടുക്കണമോ? നാം പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കണം. കേൾക്കുന്നതെല്ലാം സത്യമാണോ? കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണോ? നമ്മെ പ്രകോപിപ്പിക്കുന്ന ഓരോ വാർത്തയ്ക്കും ഓരോ സന്ദേശത്തിനും പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? വേഗമില്ലാതെ പ്രതികരണം കലഹം വളർത്തും. വേഗമുള്ള ചിന്ത സമാധാനം സൃഷ്ടിക്കും. പ്രാർത്ഥനയിലൂടെയോ ധ്യാനത്തിലൂടെയോ ആത്മപരിശോധനയിലൂടെയോ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളിലൂടെയോ സൽപ്രവർത്തികളിലൂടെയോ മനസ്സിനെ ശാന്തമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. മറ്റുള്ളവരെ ശത്രുവായി കാണുകയുമില്ല. സത്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അത്തരം ഒരു സമൂഹത്തിലാണ് ഐക്യവും വിശ്വാസവും സ്നേഹവും വളരുന്നത്. നമ്മുടെ കാലഘട്ടത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമായതും കൂടുതൽ ശബ്ദമല്ല, കൂടുതൽ വിവേകമാണ്, ദൈവാത്മ ചിന്തയാണ്. കൂടുതൽ വാദങ്ങളല്ല, കൂടുതൽ മനസ്സിലാക്കലുകളാണ്. കൂടുതൽ വിഭജനമല്ല, കൂടുതൽ മനുഷ്യ സ്നേഹമാണ്. കലഹം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം മാത്രം ചോദിക്കാം: ഞാൻ നേരിടുന്നത് യഥാർത്ഥ ശത്രുവിനെയാണോ, അതോ ആരോ കുലുക്കിയ ഒരു കുപ്പിയുടെ പ്രതികരണമാണോ? സമാധാനം കാക്ഷിക്കുന്നവർ കലഹത്തിൻ്റെ യഥാർത്ഥ കാരണം അന്വേഷിക്കും. കാരണം കുപ്പി കുലുക്കുന്ന ഒരാൾ മതി 100 കണക്കിന് മനസ്സുകളെ തമ്മിൽ അകറ്റാൻ, വ്രണപ്പെടുത്താൻ, കൊല്ലാക്കൊല ചെയ്യിക്കാൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മോട് പറയുന്നു: ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരുപ്പീൻ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. കൊലോസ്യർ 3:15-17. ദൈവം അനുഗ്രഹിക്കട്ടെ.